നമസ്കാരം. മുതലപ്പുഴക്കടലിൽ കാണാതായ ജോണിന്റെ വീട് സന്ദർശിച്ച മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും ചിത്രങ്ങളും അതിനു പിന്നാലെ ഉയർന്നു വന്ന പ്രതികരണങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചയായി മാറുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആഭ്യന്തരമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും സ്ഥലം MLA ആയ അഡ്വക്കേറ്റ് M. വിൻസെന്റും ചേർന്ന് ജോണിന്റെ വീട് സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മകളുടെ മുഖഭാവവും പ്രതികരണങ്ങളും നമ്മൾ കണ്ടതാണ്. രോഷവും രൗദ്രവും നിറഞ്ഞ ആ മുഖത്ത് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും പരസ്യമായ ചാനലുകളിലൂടെ പറയുന്ന രൂക്ഷമായ വാക്കുകളാണ് പുറത്തു വന്നത്. എന്നാൽ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ ഇതേ വീട് സന്ദർശിക്കാൻ എത്തിയപ്പോൾ കണ്ട കാഴ്ച തികച്ചും വ്യത്യസ്തമായിരുന്നു. ആ മകളുടെ മുഖത്ത് സങ്കടമോ രോക്ഷമോ പരാതികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെയുള്ള ഒരു ചിരിയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. കാണേണ്ടവരെ കണ്ടപ്പോൾ ഉള്ളു തുറന്ന് ചിരിക്കാൻ കഴിയുന്ന ആ മകൾ പ്രക്ഷോഭങ്ങളിലും ചാനൽ ചർച്ചകളിലും ഉന്നയിച്ച എല്ലാ ചോദ്യങ്ങളും യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടിയിരുന്നത് രണ്ടാമത് കാണാൻ വന്ന വ്യക്തിയോട് തന്നെയായിരുന്നു. കാരണം ഓഖി ദുരന്തം വിതച്ചപ്പോഴും ഇക്കഴിഞ്ഞ 2 മാസം മുൻപ് വരെയും കേരളം ഭരിച്ചത് അദ്ദേഹമായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി ഭരിച്ചിട്ട് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി ഒന്നും ചെയ്തു വെക്കാത്ത മുൻ മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഇവർ പുതിയ സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കുന്നത്. ഇവിടെയാണ് നമ്മൾ 2 മുഖ്യമന്ത്രിമാരുടെയും ഭരണശൈലിയെയും സമീപനത്തെയും വെച്ച് നോക്കേണ്ടത്. നീണ്ടകരയിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങൾ മുഖ്യമന്ത്രി VD സതീശനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഏതൊരു ജനാധിപത്യവാദിയെയും ചിന്തിപ്പിക്കുന്നതാണ്. കുടുംബത്തിലെ ഒരു അംഗത്തെ നഷ്ടപ്പെട്ട നൊമ്പരത്തിൽ കഴിയുന്നവരുടെ പരാതികളും പരിഭവങ്ങളും അവർ ഭരണകൂടത്തോടാണ് പറയുന്നത്. അത് നമ്മൾ കേൾക്കുക തന്നെ വേണം. തനിക്കെതിരെയുള്ള വിമർശനങ്ങളെ ആ അർത്ഥത്തിൽ മാത്രമേ കാണുന്നുള്ളൂ എന്നും അവരുടെ പരാതികൾ പരിഹരിക്കാൻ സർക്കാർ ഒപ്പമുണ്ടാകുമെന്നുമായിരുന്നു VD സതീശൻ പറഞ്ഞത്. താൻ തന്നെയാണ് ഭരണകൂടത്തിന്റെ തലവനെന്നും ജനങ്ങൾക്ക് വിഷമമുണ്ടായാൽ വിമർശിക്കേണ്ടത് എന്നെ തന്നെയാണെന്നും വിമർശനം നടത്തുന്നവർ തങ്ങളുടെ ശത്രുക്കളല്ലെന്നും വ്യക്തമാക്കിയ VD സതീശൻ ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും സുരക്ഷാ സംവിധാനങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പിച്ചും പറഞ്ഞു. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ എന്ന് അടിവരയിടുന്ന വാക്കുകളായിരുന്നു അത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ അഹങ്കാരവും ചുമന്ന് ആര് ചോദിച്ചാലും ആട്ടി ഓടിക്കുകയും ഏകാധിപതിയുടെ രീതിയിൽ പെരുമാറുകയും ചെയ്തിരുന്ന ഒരു മുൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഇവിടെ. അക്കാര്യം ആരും മറന്നിട്ടുമുണ്ടാവില്ല. കാണാതായ പിതാവിനെ കണ്ടെത്താനുള്ള സാധ്യതകൾ തിരയുന്നതിന് പകരം രാഷ്ട്രീയപരമായി VD സതീശനെതിരെ കടന്നാക്രമണമാണ് ആ ഒരു പെൺകുട്ടി നടത്തുന്നത്. പിണറായിയെ നിറഞ്ഞ പുഞ്ചിരിയോടെ സ്വീകരിക്കുന്നതും പിന്നീട് കണ്ടു. സ്വന്തം കുടുംബത്തിൽ നടന്ന ഒരു ദുരന്തത്തെ രാഷ്ട്രീയക്കാർക്ക് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരമാക്കി കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇന്ന് പ്രതിപക്ഷത്തിരുന്ന് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സെലക്റ്റീവായി കണ്ണീരൊഴുക്കുന്നവരുടെ ഇരട്ടത്താപ്പാണ് ജനങ്ങൾ ഇവിടെ തിരിച്ചറിയുന്നത്. ദുരന്തമുഖത്ത് അടിയന്തര രക്ഷാപ്രവർത്തനം ഉറപ്പാക്കുകയും ഉയർന്നു വരുന്ന അമർശങ്ങളെയും വിമർശനങ്ങളെയും സഹിഷ്ണുതയോടെ കേൾക്കുകയും ചെയ്യുന്ന VD സതീശൻ സർക്കാരിന്റെ സമീപനവും 10 വർഷത്തെ വീഴ്ചകൾ മറച്ചുവെക്കാൻ നടത്തുന്ന രാഷ്ട്രീയ നാടകവും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾ കൃത്യമായി തന്നെ തിരിച്ചറിയുന്നുണ്ട്.